ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ദിവസവും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് ആക്ച്വലി നമ്മൾ ഇപ്പോൾ ദിവസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആനയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ കാട്ടാനയല്ല, നാട്ടാനയാണ്. അത് വളർത്താന. അതായത് ഈ അടുത്ത കാലത്ത് കോഴിക്കോട് കൊയിലാണ്ടി ആ ഭാഗത്തുള്ള കുറുവങ്ങാട് മണക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലമുണ്ട്. അപ്പൊ അവിടെ ഉത്സവമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 4 ആനകളാണ് ആക്ച്വലി അവിടെ ഉപയോഗിച്ചിരുന്നത്. അതായത് ആന എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അതില് 2 ആനകൾ അവിടെ നടന്ന വെടിക്കെട്ടില് ഭാഗമായിട്ട് ഇടറുകയും ആ ഒരു ആന മറ്റേ ആനയെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആനകൾ പരസ്പരം ഇവിടെ എന്താ പറയാ ഫൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പേടിച്ചിട്ട്. അപ്പൊ അങ്ങനെ തിക്കും തിരക്കിലൊക്കെ പെട്ടിട്ട് 3 ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഒരാള് ആന ചവിട്ടി മരിച്ചതായിട്ടും ബാക്കി 2 ആള് ആന ഓടിയിട്ട് അമ്പലത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് അമ്പലത്തിന്റെ അകത്തുണ്ടായിരുന്ന 2 ആൾക്കാരായിരുന്നു. അപ്പൊ ഈ 3 ആൾക്കാരും സ്ത്രീകളാണ് പോലും. ഇതിൽ 8 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 30ഓളം ആൾക്കാർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ്. പല സ്ഥലത്തും പലതരത്തിൽപ്പെട്ട ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആചാരങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് ഓരോ വിഭാഗക്കാരും ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല ഉത്സവങ്ങൾ എന്ന് പറയുന്നത് നല്ല സംഭവമാണ്. കാരണം കുറച്ച് നിമിഷമെങ്കിലും നമ്മൾ നമ്മുടെ ആ പ്രഷറും മറ്റ് ചിന്തകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി കുറച്ച് ഫ്രീ ആയിട്ട് ജീവിക്കാനായിട്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് നല്ലത് തന്നെയാണ്. നമ്മുടെ ഈ ഉത്സവങ്ങളിൽ ഈ ആചാരത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചില കാര്യങ്ങളെല്ലാം തന്നെ കാലക്രമേണ ഇല്ലാതായിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്ന ഒരു സംഭവം തന്നെയാണ് ഈ അമ്പലങ്ങളിൽ ആന ഉപയോഗിക്കുന്നത് എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട്. ഈ ഇത്തരത്തിലുള്ള ആനകള് എഴുന്നള്ളിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വന്യജീവിയാണ്. അപ്പൊ ആ വനത്തിൽ നിന്ന് ആനയെ പിടിക്കുകയും അതിനെ പിന്നീട് ട്രെയിൻ ചെയ്ത് നമ്മുടേതായ രീതിയിൽ നമ്മൾ മാറ്റിയിരിക്കുകയാണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. സോ എന്നാലും ആനയ്ക്ക് ആ ഒരു സ്വഭാവം എന്ത് തന്നെയായാലും ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തില് ഈ അമ്പലങ്ങളിൽ ആനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പല വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. സോ ആനകളെ നമ്മൾ ഈ ഉത്സവങ്ങളിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പൊതുവെ ആനകൾക്ക് ഈ വളരെ കുറഞ്ഞൊരു സൗണ്ടിൽ ആനകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് ഏകദേശം 1 മൈൽ ഡിസ്റ്റൻസിൽ പോലും അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. എന്നാൽ നമ്മൾ മനുഷ്യർ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൗണ്ടിനേക്കാളും അധികമുള്ള ഒരു സൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ നമ്മുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ആനകളെ ഉപയോഗിക്കുമ്പോഴും ആനകൾക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരു സൗണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ആനകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പൊതുവെ നമുക്കറിയാം ഉത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സൗണ്ട് ഉള്ളതാണ്. ഒന്നും മൈക്കിന്റെ സൗണ്ടുകൾ ഉണ്ടാവും, പിന്നെ ജനക്കൂട്ടം, ജനങ്ങൾ വരുന്ന ആൾക്കാർ അവർ പലപ്പോഴും ചില ആൾക്കാർ കൂവും, അങ്ങനെയുള്ള നോയ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ വെടിക്കെട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പടക്കം പൊട്ടിക്കൽ, വെളിച്ചം അതൊരു പ്രശ്നമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉത്സവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആനയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ആനയ്ക്ക് ഈ മതം ഇളകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആന ഉണ്ടാക്കുകയും ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം പ്രത്യേകമായിട്ടും ഈ അമ്പലങ്ങളിൽ ആനയെ ഉപയോഗിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗവൺമെന്റ് തലത്തിൽ ഇപ്പോ ഈ നാട്ടാന പരിപാലന ചട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പാലിച്ചു വേണം ശരിക്കും പറഞ്ഞാൽ ആനകളെ ഉത്സവങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല ആന ഈ എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയങ്ങളിൽ പൊതുവെ ജനങ്ങളുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് പ്രത്യേകമായിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചിലപ്പോഴൊക്കെ കണ്ടു കാണും, ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ, കർഷകർ,
അവർക്കൊക്കെ അറിയാം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഈ റാപ്പിഡ് ഫോഴ്സ്, അതായത് എലഫന്റ് സ്ക്വാഡ് എന്നൊക്കെ ഒരു ടീമുണ്ട്. അവര് ഈ ആനയുള്ള ഏരിയകളിലൊക്കെ വന്നിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു സൗണ്ട് ഇതൊക്കെ ഉണ്ട്, അത് മുഴക്കുമ്പോൾ തന്നെ ആന അവിടെ നിന്ന് എസ്കേപ്പ് ആവും, ഓടും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് അത് താങ്ങാനുള്ള ശേഷി ഇല്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ആന പേടിച്ചിട്ട് ഓടുന്നത്. ആ ഒരു ചെറിയ ഒരു സൗണ്ടിൽ പോലും ആനയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ജീവിയാണ് ആക്ച്വലി നമ്മൾ ഇണക്കിയിട്ട് ഉത്സവങ്ങളിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഉത്സവങ്ങളിൽ ഇതിനേക്കാളും വലിയ സൗണ്ടിലാണ് ഈ പടക്കം മീൻസ് ഈ എന്താ പറയാ വെടിക്കെട്ടൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് തീർച്ചയായിട്ടും അതൊരു സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. സോ അതുകൊണ്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ആ ഒരു കാര്യം തീർച്ചയായിട്ടും അവിടെ ഉള്ള കമ്മിറ്റിക്കാരും, ഉത്സവ കമ്മിറ്റിക്കാരും ജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണവും ദോഷവും എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തത് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.